സ്കൂളിൽ പഠിച്ചേക്കുന്നത്. തുടരും തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച തുടരും ഇന്ന് റിലീസായി. അതിൻ്റെ റിവ്യൂലോട്ടാണ് കിടക്കുന്നത്. റിവ്യൂ ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയും മനോഹരമായ ഒരു സിനിമ ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫാമിലിയായിട്ട് നിങ്ങൾക്ക് പോയി കാണാവുന്ന ഒരു സിനിമയാണ് തുടരും. അപ്പം സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് പോകുന്ന അതേ സ്പീഡിൽ തന്നെ, എന്നാൽ ഫസ്റ്റ് അല്ല ഇവിടെ ആദ്യം തന്നെ ഇടുന്നത്, സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് വണ്ടി ഇട്ട് മുമ്പോട്ട് പോകുന്ന അതേ സ്പീഡിലാണ് സിനിമ പോകുന്നത്. ഒരു ബോറടിയോ ഒരു ലാഗോ ഇല്ലാത്ത ഒരു സിനിമ ഈ അടുത്തിടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. ഏതായാലും ഇതൊരു വൻ വിജയം ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോഹൻലാലിൻ്റെ മറ്റ് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആട്ടക്കലാശമാണ് മോഹൻലാലിൻ്റെ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ. അത് കഴിഞ്ഞ് പിന്നെ ഒരു നിരവധി ലാലേട്ടൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ടു. അതിലൊക്കെ ഗംഭീരമായ ഒരു സിനിമയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണുന്ന പോലുള്ള ഒരു അനുഭവമാണ് വിഷ്വൽ അതിനകത്തുനിന്ന് നമുക്ക് തരുന്നത്. അതുപോലെ കൂട്ടത്തിൽ ലാലേട്ടൻ മാത്രമല്ല, ശോഭനയുണ്ട്. ശോഭനയുടെയും അതുപോലെ തന്നെ മണിയം പിള്ള രാജു ഉണ്ട്, വിനു പപ്പു ഉണ്ട്. ഇവരുടെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് യോജിക്കുന്ന രീതിയിൽ മറ്റുള്ള സിനിമയിൽ കാണുന്നതായിട്ട് വ്യത്യസ്തമായ എന്തോ ഒരു അഭിനയം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. സംവിധാനം ചെയ്ത ആളിനെയും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു. നല്ലൊരു കാഴ്ചയുള്ള നല്ലൊരു സിനിമ സമ്മാനിച്ചതിന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഈ സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്യാരണ്ടി തരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.